ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഈ യുദ്ധത്തിന്റെ ഒരു ചെറിയ കണക്കാണ് പറയാൻ പോകുന്നത്. അതായത് അമേരിക്കയ്ക്ക് ആദ്യത്തെ 24 മണിക്കൂറിൽ ഈ യുദ്ധത്തിന് വേണ്ടി അവര് ചെലവാക്കിയ, അല്ലെങ്കിൽ അവർ ചെലവാക്കപ്പെട്ട എന്ന് കരുതുന്ന ആ ഒരു എമൗണ്ടിന്റെ വലിപ്പത്തെക്കുറിച്ചാണ് നമ്മൾ തൽക്കാലം ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത്. അതായത് 779 മില്യൺ US ഡോളർ ഫസ്റ്റ് ഡേയിൽ, ഫസ്റ്റ് 24 അവേഴ്സ് അമേരിക്കയുടെ ഈ ഇറാന് മേൽ അവര് എന്നുവെച്ചാൽ യുദ്ധത്തിന്റെ സർവ യുദ്ധത്തിലെ ഉൾപ്പെട്ടിട്ടുള്ള US ഇൻവോൾവ്മെന്റ്, അത് എത്രത്തോളം ചെലവുണ്ടാക്കി വെക്കാം എന്ന് ഉള്ളൊരു കണക്കുകൂട്ടൽ 779 മില്യൺ ഡോളറോളം ചെലവാക്കപ്പെട്ട് കാണും. കാരണം തീർച്ചയായിട്ടും ഇതിനേക്കാൾ കൂടാനുള്ള സാധ്യത ഉണ്ടാകത്തുള്ളൂ. ഫസ്റ്റ് 24 അവേഴ്സിലാണ് അത് അവരുടെ പിന്നെ മിലിറ്ററിയുടെ മൊത്തം ഡിപ്ലോയ്മെന്റ്. കാരണം ഇതിനകത്തിൽ പങ്കെടുത്ത മൊത്തം ആ ഒരു എന്താണ് പറയുന്നത്, US മിലിറ്ററി ഇൻവോൾവ്മെന്റ് വരെയാണ് പറഞ്ഞത്. US ഫോഴ്സസ് എസ്റ്റിമേറ്റഡ് $779 മില്യൺ, ഏകദേശം 6450 കോടിയോളം രൂപ. അതായത് നമ്മളുടെ കേരളത്തിനൊക്കെ ഈ പൈസ കിട്ടിയിരുന്നെങ്കിൽ ഇല്ലേ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കാമായിരുന്നു. നമ്മുടെ പിണറായി സർക്കാരിന് ഒറ്റ ദിവസത്തെ കാര്യമാണ് പറയുന്നത്, 24 അവേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ 24 അവേഴ്സിൽ ഇപ്പൊ എത്ര മണിക്കൂറുകൾ കഴിഞ്ഞില്ലേ. അപ്പം ഓരോ ദിവസവും ഈ പറഞ്ഞ യുദ്ധം മുന്നോട്ട് പോകുന്നതോറും അമേരിക്കയ്ക്ക് ചിലവാക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ചിലവാകുന്ന, ഈ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് അമേരിക്കയ്ക്ക് ചിലവാകാൻ പോകുന്ന ഈ എമൗണ്ട്, അല്ലെങ്കിൽ പൈസയുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള രാജ്യത്തിന്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സംസ്ഥാനത്തിനൊന്നും ഊഹിക്കാവുന്നതിനും, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാവുന്നതിനും അപ്പുറത്താണ് ശരിക്കും പറഞ്ഞത്. അതായത് ഏകദേശം 2026 US ഡിഫൻസ് ബജറ്റിന്റെ 0.1% ഏകദേശം ചിലവാ ചിലവായി കാണും, അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ അത്രയായിരിക്കുമെന്നാണ് പറയുന്നത്. ഇതിനുവേണ്ടി അവര് ചെറിയ ഒരു ഫോഴ്സിനെ ഒന്നും അല്ലല്ലോ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് കൺഫേം ചെയ്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാസീവായിട്ടുള്ള, നമ്മൾ പറഞ്ഞാണ്, വളരെ എന്താണ് പറയുന്നത്, വളരെ വലുപ്പത്തിലുള്ളൊരു മിലിറ്ററി വിന്യാസം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതായത് അവരുടെ ഏറ്റവും സേനയിലെ ഏറ്റവും എന്താ പറയുന്നത്, അഗ്രഗണ്യം എന്ന് പറഞ്ഞാൽ B-2 സ്റ്റെൽത്ത് ബോംബേഴ്സ് മുതൽ F-22, അതായത് അവരുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ്, ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്, F-35, F-16 ഫൈറ്റർ ജെറ്റ്സ്, A-10 അറ്റാക്ക് എയർക്രാഫ്റ്റ്, EA-18G ഇലക്ട്രോണിക് വാർഫെയർ പ്ലെയിൻസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓപ്പറേഷൻ MQ-9 റീപ്പർ ഡ്രോൺസ്, അതൊക്കെ ഇന്ത്യയുടെ കൈവശമുണ്ട്, അമേരിക്കയിൽ നിന്ന് മേടിച്ചത്. അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർഡ് എയർക്രാഫ്റ്റ് carriers, എബ്രഹാം ലിങ്കൺ പോലുള്ള, പിന്നെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സ്, അതുപോലെ തന്നെ പേട്രിയോട്ട് ആൻഡ് താഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ഈ പറഞ്ഞ മിസൈൽ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻതോതിൽ ചിലവുള്ളതാണ്. കാരണം അതിൻ്റെയൊക്കെ മിസൈലിനൊക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ള, ഇറാൻ 10,000-20,000 ഡോളറിനകത്ത് നിൽക്കുന്ന ഡ്രോണുകൾ ഇങ്ങോട്ട് അയക്കുമ്പോൾ അതിനെ തടുക്കാൻ വേണ്ടി $1,000,000 ഉള്ള ഈ പറഞ്ഞ മിസൈലുകളാണ് അങ്ങോട്ട്, ഒരു ഡ്രോണിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ടിൽ കൂടുതലോ മിസൈലുകളൊക്കെ അവർക്ക് അങ്ങോട്ട് ഫയർ ചെയ്യേണ്ടി വരും. അപ്പൊ അത്രയ്ക്ക് വളരെ എന്താണ് പറയുന്നത്, വ്യാപകം എന്ന് വെച്ചാൽ വളരെ വർദ്ധിച്ച തോതിലുള്ള ചിലവുകളാണ് ശരിക്കും പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ വേണ്ടി അമേരിക്കയ്ക്ക് ചിലവാക്കേണ്ടി വരുന്നത്. 4 B-2 സ്റ്റെൽത്ത് ബോംബേഴ്സ്, അതായത് അവരുടെ വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസ് US മിസോറി എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്നും നോൺ സ്റ്റോപ്പായിട്ട് ഫ്ലൈ ചെയ്താണ് ഈ പറഞ്ഞ റീജിയനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ആം, ഇറാനിലെ B-2 ബോംബേഴ്സ് അവർ ഉപയോഗിച്ച് അറ്റാക്ക് നടന്നിട്ടുണ്ട്. ഏകദേശം 2,000 പൗണ്ടിന്റെ, 907 കിലോഗ്രാമത്തോളം വരുന്ന പിന്നെ പേലോഡ് അല്ലെങ്കിൽ വാർഫെയർ അതിനകത്ത് ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജോയിന്റ് ഡയറക്റ്റ് അറ്റാക്ക് മുനീഷ്യൻസ്, JDAMs, ഇതെല്ലാം സെൻകോമിന്റെ, അവരുടെ സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് അനുസരിച്ചാണെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹൈ മെയിൻ്റനൻസ് റിക്വയർമെന്റ്സ്, അതായത് ഈ പറഞ്ഞ ഈ 40,000-ഓളം വരുന്ന LB, അല്ലെങ്കിൽ 18,143 കിലോഗ്രാം വരുന്ന പേലോഡ് കപ്പാസിറ്റി, B-2 ഓപ്പറേഷൻസ് മാത്രം, അതായത് അവരുടെ ഈ പറഞ്ഞ 4 B-2 ബോംബേഴ്സ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി $30.2 മില്യൺ ചിലവായിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അതതിൻ്റെ ഫ്ലൈറ്റ് അവേഴ്സ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇവിടെ വരെ പറന്നു വരണ്ടേ നോൺ സ്റ്റോപ്പായിട്ട്, ആ ഫ്ലൈറ്റ് അവേഴ്സ്, കാരണം അതിനെല്ലാം പല ചിലവുകളും ഉണ്ടാകുമല്ലോ.
എയർ ഫ്യൂവലും മറ്റേതും മറിച്ചതും എല്ലാം തന്നെ, മെയിൻ്റനൻസ് കോസ്റ്റ്, അതുപോലെ തന്നെ അതിനകത്തിൽ ഉപയോഗിക്കേണ്ട മുനീഷൻ റിക്വസിഷൻസ് ഡേറ്റ. US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് 2025 2026 ഈ പറഞ്ഞ ബജറ്റ് റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ ചെലവുകളെല്ലാം കണക്ക് കൂട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സെൻട്രൽ കമാൻഡ് മറ്റ് ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ഫൈറ്റർ ജെറ്റ്സ് ആയിട്ടുള്ള F-18, F-16, F-22, F-35, ഇതെല്ലാം ഈ F-22, റാപ്റ്റർ എന്ന് പറയുന്ന F-35 സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഏറ്റവും മുൻനിരയിലുള്ള അവരുടെ വെപ്പൺ സിസ്റ്റം ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ചെലവുകളും കൂടും തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ ഇനിഷ്യൽ സ്ട്രൈക്കിലൊക്കെ തന്നെ അവർ പങ്കെടുത്താണെന്നാണ് പറയുന്നത്, ഈ സെൻകോമിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഫ്ലൈറ്റ് അവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് മെയിൻ്റനൻസ് കോസ്റ്റ്, അതുപോലെ തന്നെ ഇവർക്ക് ഈ പറഞ്ഞ എയർക്രാഫ്റ്റിനൊക്കെ വേണ്ട മുനീഷൻ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അറ്റാക്കിന് മുമ്പ് എത്രത്തോളം അതിനകത്തുള്ള വെപ്പൺസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ പറഞ്ഞ ഇവരുടെ 2025 2026 തന്നെ ഡേറ്റ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ചെലവുകൾ കണക്കൂട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സോർട്ടീസിനെല്ലാം തന്നെ $271.34 മില്യൺ ആകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആയി കാണുമായിരിക്കാം. അതിൽ കൂടുതലാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് വൻതോതിലുള്ള ചിലവുകൾ ചിലവാക്കിയാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളെപ്പോലുള്ള സാധാരണ ഒരു രാജ്യത്തിനൊക്കെ ഇപ്പം ഇത് 700 ചില്ലാനം മില്യൺ ഡോളേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ ഓരോ ദിവസവും ചിലവഴിക്കണം. കാരണം യുദ്ധം പിന്നെ കണ്ടിന്യൂ ചെയ്യുമ്പം തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം പോലെ ആയിരിക്കത്തില്ല അടുത്ത പിന്നീടുള്ള ദിവസങ്ങൾ. കൂടുതൽ കൂടുതൽ അറ്റാക്കുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള വെപ്പൺസ് ഇൻവോൾവ്മെൻ്റ് ഒക്കെ വരുന്നതോറും കൂടുതൽ ചിലവുകളുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെപ്പോലുള്ളൊരു രാജ്യത്തിൻ്റെ ഡിഫൻസ് ബജറ്റിൻ്റെ ഒക്കെ എത്ര പെർസെൻറ്റേജ് പരിപാലിക്കുന്നു പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സ്റ്റേറ്റ് കേരളത്തിൻ്റെയൊക്കെ അവർ യുദ്ധം ചെയ്യുന്ന ഈ പൈസ ഉണ്ടെങ്കിൽ കേരളത്തിനെയൊക്കെ നല്ല സ്വർഗരാജ്യമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്കറിയാം, അമേരിക്ക അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ തന്നെ $1 ട്രില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് വാറിന് വേണ്ടി മാത്രം. ഇൻവെസ്റ്റ്മെന്റ് മീൻസ് വാറിന് വേണ്ടി അവർ ചെലവഴിച്ചത്, മനസ്സിലല്ലോ. എന്നിട്ടും ഒരു പ്രശ്നമില്ലാതെ ഈ രാജ്യമൊക്കെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അവര് ഈ യുദ്ധം ചെയ്ത് കത്തിച്ച് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർ ചുമ്മാ അത് കത്തിച്ച് കളയല്ലോ. കാരണം ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. വാർന്ന് പറഞ്ഞാൽ ഭയങ്കര റാക്കറ്റാണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ്. യുദ്ധം കഴിഞ്ഞ് ഈ പറഞ്ഞ ചിലവായതെല്ലാം തന്നെ ഇതിനകത്തിൽ നിന്ന്, കാരണം ഇനി ഇതിൽ നിന്ന് എന്തെല്ലാം യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം റീകൺസ്ട്രക്ട് ചെയ്യണം, മാസികമായിട്ടുള്ള റീകൺസ്ട്രക്ഷൻ, വീണ്ടും മിലിറ്ററി ബിൽഡപ്പ്, ആംസ് ഉണ്ടാക്കണം, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഉണ്ടാക്കണം. ഇതെല്ലാം അമേരിക്കൻ ബേസ്ഡ് കോർപ്പറേഷൻസ് കിട്ടത്തുള്ളൂ എല്ലായിടത്തും പറഞ്ഞാൽ. മിഡിൽ ഈസ്റ്റിലെ മൊത്തം രാജ്യങ്ങളിലെ ഈ പറഞ്ഞ തകർന്നടിഞ്ഞ സംവിധാനങ്ങൾ മൊത്തം പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള കോൺട്രാക്റ്റും അല്ലെങ്കിൽ ഓർഡേഴ്സും എല്ലാം അമേരിക്കൻ കോർപ്പറേഷൻസിനെ കിട്ടത്തില്ല. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ യുദ്ധത്തിലൂടെ അവർ നഷ്ടപ്പെടുത്തുന്ന എമൗണ്ടുകളെല്ലാം അവർക്ക് തീർച്ചയായിട്ടും അതുപോലെ തന്നെ മറ്റ് എനർജി പിന്നെ റിസോഴ്സിൻ്റെ മുകളിലുള്ള ഡോമിനൻസ് കൺട്രോളൊക്കെ തന്നെ ഉപയോഗിച്ച് അവർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നഷ്ടമാക്കുന്ന ചിലവഴിക്കുന്ന ഈ പറഞ്ഞ എമൗണ്ടുകളെല്ലാം അവർക്ക് തിരിച്ചു പിടിക്കാൻ ലാഭകരമാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലായിരിക്കില്ല അവർ യുദ്ധം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയി യുദ്ധം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ലാഭമില്ലാത്ത പരിപാടിയാണെങ്കിൽ അവരിതിന് പോകത്തില്ല. അതുപോലെ തന്നെ ഈ സ്പെഷ്യലൈസ്ഡ് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള EA-18G ഗ്രൗളർ, A-10C തണ്ടർബോൾട്ട്, MQ-9 റീപ്പർ, അതുപോലെ തന്നെ ഇവരെല്ലാം ഈ പറഞ്ഞ ലോ കോസ്റ്റ് അൺമാൻഡ് കോമ്പാറ്റ് അറ്റാക്ക് സിസ്റ്റത്തിനോടൊപ്പം തന്നെ ക്രിട്ടിക്കലായിട്ടുള്ള റോള് വഹിച്ചതാണ്. അപ്പോൾ ഈ പറഞ്ഞ P-8 മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ്, RC-135 റെക്കണൈസൻസ് പ്ലെയിന്, ഏരിയൽ റീഫ്യൂവലിംഗ് ടാങ്കേഴ്സ്, അതുപോലെ തന്നെ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഹിമാസ് ബാറ്ററീസ്, അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ അവരുടെ ഈ കമ്പൈൻഡ് ആയിട്ടുള്ള എയർ ആൻഡ് ഗ്രൗണ്ട് അസിസ്റ്റ് നേവൽ പാർട്ടിസിപ്പേഷൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ അതായത് ഫൈറ്റർ ജെറ്റ്സ് ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം $423.57 മില്യൺ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 2 കാരിയർ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു, USS എബ്രഹാം ലിങ്കനും അതുപോലെ USS ജെറാൾഡ് ആർ ഫോർഡ്. അപ്പോൾ ഇതെല്ലാം അറ്റാക്കിൽ പങ്കെടുത്താണ്. അപ്പം നേവൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ എയർക്രാഫ്റ്റ് കാരിയേഴ്സിൻ്റെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ, അവരുടെ എയർക്രാഫ്റ്റ് കാരിയർ മാത്രമല്ല അവർക്കൊരു പിന്നെ എസ്കോട്ടായിട്ട് ഡിസ്ട്രോയേഴ്സും അതുപോലെ തന്നെ മറ്റ് കോമ്പാറ്റ് ഷിപ്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു ദിവസം ഇതിനെല്ലാം കൂടെ $15 മില്യൺ
വേണം എന്നാണ് കണക്കൂട്ടൽ. അതുപോലെ തന്നെ ഈ പറഞ്ഞ സെൻകോം അവർ സെൻട്രൽ കമാൻഡ് ഈ നേവി ഈ ടൊമഹാ ക്രൂയിസ് മിസൈൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എക്സാക്ട് നമ്പേഴ്സ് ക്ലാസിഫൈഡ് ആണ്, അറിയത്തില്ല. കാരണം അതൊക്കെ തൽക്കാലം നമുക്കൊരു അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അതിപ്പോൾ ചെലവിൻ്റെ കാര്യത്തിലായാലും ശരി, ഉപയോഗിക്കുന്ന ആഹ്, ഉപയോഗിച്ചിട്ടുള്ള വെപ്പൺസ് അല്ലെങ്കിൽ ഏതെല്ലാം യുദ്ധ രീതികളാണ് അവർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും എത്രത്തോളം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഒക്കെ തന്നുള്ളത് ക്ലാസിഫൈഡ് ആണ്, ഇപ്പോൾ ഒന്നും അറിയാൻ സാധിക്കത്തില്ല. പക്ഷേ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ചില ഡേറ്റയുടെ ബേസിലാണ് ഈ പറഞ്ഞ കണക്കിൽ. അപ്പം അതെല്ലാം പറയുന്നത് റഫായിട്ട് 200 ടൊമഹാക്ക് മിസൈൽസ് എങ്കിലും ക്രൂയിസ് മിസൈൽസ് എങ്കിലും ഫയർ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം എല്ലാം കൂടെ 340.4 മില്യൺ ഡോളേഴ്സിന്റെ മുനീഷൻസ് കോസ്റ്റ് എന്ന് ആലോചിച്ച് നോക്കാം. അപ്പം ഇത്രയും അപ്പം ഇത്രയും ഇത്രയും പിന്നെ വൻതോതിലുള്ള ചെ- ചെലവ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന്. അപ്പം ഇതിന്റെ ഒരു ഫ്രാക്ഷൻ പോലും ഇല്ല ഇറാന് തിരിച്ച് അവരോട് യുദ്ധം ചെയ്യാൻ പോകുന്നത്. കാരണം അവരുപയോഗിക്കുന്ന ഏറ്റവും പഴയ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും അവർക്ക് വലിയ ചിലവുകളില്ല ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഈ വാർ ഓഫ് അട്രീഷൻ വെച്ച് നോക്കുമ്പം ഇറാനെ സംബന്ധിച്ചാണ് ഇക്കണോമിക്കലി പിന്നെ വളരെ ഇറാൻ ചെയ്യുന്ന ഈ ഇറാൻ അവർക്കുണ്ടാക്കി വെക്കുന്ന ഡാമേജസ് എല്ലാം തന്നെ ഈ പറഞ്ഞ അമേരിക്ക ഇസ്രായേലിനും അതുപോലെ തന്നെ ഗൾഫിലുള്ള മറ്റു രാജ്യത്തിനെല്ലാം തന്നെ ഭയങ്കരമായിട്ടുള്ള ഇക്കണോമിക് ഡാമേജസും ഫൈനാൻഷ്യൽ ഡാമേജസും ഉണ്ടാക്കി വെക്കുന്നത്. അവർക്കത് പെട്ടെന്നൊന്നും അവർക്ക് എന്താണ് പറയുന്നത് അതിനകത്ത് നിന്നും റീമേർജ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊന്നും അത്ര പെട്ടെന്ന് റീകൺസ്ട്രക്ട് ചെയ്ത് പഴയ ഓരോരുത്തർ കൊണ്ടെത്താനോ സാധിക്കത്തില്ലെന്നുള്ളവരും 100% ഉറപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കണക്കുകൂട്ടി നോക്കുമ്പോൾ, അതായത് ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് US ആ 24 അവേഴ്സിൻ്റെ ആദ്യത്തെ ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. US ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അവർക്ക് ചിലവായിട്ടുള്ള ഈ മൊത്തം ചെലവുകളെല്ലാം കൂടെ നോക്കുമ്പോൾ, അതായത് ശനിയാഴ്ചത്തെ കണക്ക് മാത്രമാണ് പറയുന്നത്, ഏകദേശം 780.780 ഏകദേശം എത്ര വരും നമ്മുടെ റുപ്പി ടൈംസിലെ 6000 ഈ പറഞ്ഞ 16,500 കോടി രൂപയ്ക്ക് അടുത്ത് വരും തോന്നുന്നു. അതായത് 2026 US ഡിഫൻസ് ബജറ്റിന്റെ 0.1% വരും എന്നാണ്. വരുമായിരിക്കാം, അതിനോടടുത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ പറഞ്ഞ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ പഠനത്തിന്റെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ എന്താ പറയുന്നത് തരുന്ന ആ ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ദിവസം ഇത്രയാകാമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഏഹ്, യുദ്ധം തുടങ്ങിയിട്ട് 3 ദിവസത്തോളമായി തോന്നുന്നു. അപ്പൊ ഇത്രയും ദിവസം കൊണ്ട് അമേരിക്കയ്ക്ക് ചിലവായിട്ടുള്ള പണം അല്ലെങ്കിൽ ഇതിനുവേണ്ടി അമേരിക്ക ചെലവാക്കിയ ഈ യുദ്ധത്തിന് വേണ്ടി അമേരിക്ക ചെലവാക്കി എന്തായിരിക്കും, ഇനിയും യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഭീമമായിട്ടുള്ള ഈ സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ അവരെത്രത്തോളം ചെലവാക്കേണ്ടി വരും എന്നുള്ളത്. ഇത് കത്തിച്ചു കളഞ്ഞത് മാത്രമാണ്, യുദ്ധത്തിന് വേണ്ടി കത്തിച്ചു കളഞ്ഞ സാധനങ്ങൾ മാത്രമാണ്. ഇനിയും മറുഭാഗത്തുനിന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് അവർക്കെല്ലാം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, ഭീമമായിട്ടുള്ള നഷ്ടങ്ങൾ, ഡാമേജസ്, അതെല്ലാം യുദ്ധം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ കണക്കുകളുടെ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ യുദ്ധം ഉണ്ടാക്കി അല്ലെങ്കിൽ യുദ്ധം അവർക്ക് നൽകുന്ന, ഓഫ് കോഴ്സ് ഇറാൻ ഒത്തിരി ഡാമേജസ്, ഇറാൻ ഒത്തിരി ഇറാനെ ഇറാനിൽ ഒത്തിരി ഡിസ്ട്രക്ഷനും ഡാമേജസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞില്ല. അറ്റ് ദ സെയിം ടൈം അതുപോലെ തന്നെ ഇസ്രായേലിലും ടെലവീവും ഒക്കെ ഏകദേശം തകർന്ന് തരിപ്പണമാകാറായി കാണുന്നു ചിലപ്പോൾ. അതിൽ ആരും സംശയമൊന്നുമില്ല. കാരണം ഇരു കൂട്ടർക്കും ഇറാനെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രോൺസും മിസൈലും ഒക്കെ തന്നെ അവർക്ക് ലോ കോസ്റ്റിൽ ഇൻഎക്സ്പെൻസീവ് ആയിട്ട് അവർക്ക് നിർമ്മിക്കാനും പെട്ടെന്ന് നിർമ്മിക്കാനും കൂടുതൽ നിർമ്മിക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. അപ്പൊ ഇതിന്റെ അമേരിക്കയുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ അവർ ഉപയോഗിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ മിസൈലുകളും അല്ലെങ്കിൽ ഇന്റർസെപ്റ്റേഴ്സിനും ഒക്കെ ചെലവാക്കേണ്ടി അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായിട്ടൊക്കെ അവർക്ക് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇറാന്റെ ഡ്രോണിനും അല്ലെങ്കിൽ മിസൈലിനും ഒക്കെ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള പൈസ മാത്രമേ അവർക്ക് ചെലവഴിക്കേണ്ടി വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഭീമമായിട്ടുള്ള ഫിനാൻഷ്യൽ ലയബിലിറ്റി, ഇക്കണോമിക് ലയബിലിറ്റി ആണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നത്. അത് തന്നെയല്ല, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ഈ പറഞ്ഞ ഈ എയർ ഡിഫൻസ് അല്ലെങ്കിൽ മിസൈൽ ഡിഫൻസ് ഒക്കെ തന്നെ അവർക്ക് സ്റ്റോക്ക് പൈൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ റിസർവ്, അവർക്ക് മിസൈൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്റർസെപ്റ്റേഴ്സിന്റെ ഒക്കെ സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് പൈൽ ഒക്കെ തന്നെ അവർക്ക് ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് പിന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഒന്നുമില്ല. ഇപ്പം സൗത്ത് കൊറിയയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഒക്കെ തന്നെ അവർ ഇതെല്ലാം തിരിച്ച്
ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യങ്ങളൊക്കെ തന്നെ എക്സ്പോസ്ഡ് ആവും ചൈനയുടെ അറ്റാക്കിന് നടന്നു കഴിഞ്ഞാൽ. യുക്രൈനിലേക്ക് അവർ കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ യുക്രൈൻ റഷ്യയുടെ മുമ്പിൽ പിന്നെ എന്താ പറയുന്നത് സറണ്ടർ ചെയ്യേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ഈ പറഞ്ഞ അമേരിക്ക ഇപ്പോൾ ഈ പറഞ്ഞ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചിലവുകൾ. നഷ്ടം എന്ന് പറഞ്ഞാൽ ചിലവാകുക എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. യുദ്ധം ഒരു കാര്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്കം ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭീമമായിട്ടുള്ള നഷ്ടം തന്നെയാണ്. നമുക്കറിയാം അമേരിക്ക നഷ്ടത്തിലോടുന്ന രാജ്യമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം അവരുടെ GDP-യെക്കാളും കൂടുതൽ അവരുടെ പബ്ലിക് ഡെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 10-40 ട്രില്യൺ ഡോളറിനടുത്ത് തന്നെ അവരുടെ US-ന്റെ ഒരു ഡെറ്റ് ആയിട്ടുണ്ട്. അതിനൊക്കെ ഒത്തിരി താഴെയാണ് അമേരിക്കയുടെ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്ക ഒരു ഏഹ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അവർ ഈ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ സാമ്രാജ്യ ശക്തികളുടെയും ഈ അവസാനത്തെ ഒരു റിസോർട്ടാണ് ഈ പറഞ്ഞ അമേരിക്കയിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എത്രത്തോളം അമേരിക്കയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് വളരെ സംശയകരമാണ്. എന്നുവെച്ചാൽ നമുക്ക് മുമ്പുണ്ടായിട്ടുള്ള സാമ്രാജ്യ ശക്തികളിലൊക്കെ തന്നെ ഈ സൃഷ്ടി സ്ത്രീ സംഹാരമൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് ഫേസിൽ കൂടെയാണ് ഇപ്പോഴും ഇതെല്ലാവരും സെയിം ഭരണത്തിലാണ്. ഇപ്പൊ സ്പെയിൻ ആയാലും പോർട്ടുഗൽ ആയാലും റോമൻ എംപയർ ആയാലും ബ്രിട്ടീഷ് എംപയർ ആയാലും ഒക്കെ തന്നെ ഈ പറഞ്ഞ സെയിം ഭരണങ്ങളാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുതന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഫേസ് ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ച് അറിവുള്ള ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള എക്സ്പേർട്സും ഒക്കെ തന്നെ നമുക്ക് അവരെ ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അമേരിക്ക എത്രത്തോളം ഇത്ര ഭീമമായ തുകയിൽ അല്ലെങ്കിൽ ഭീമമായ ചിലവിൽ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് വളരെ സംശയകരമാണ്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു നേർചിത്രം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.